ഈ ആശുപത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഏത് ആശുപത്രിയിലും ബ്ലഡ് ക്രൈസിസ് വന്നാൽ ആശുപത്രി മാനേജ്മെൻറ്റ് ബന്ധപ്പെടുന്ന ഒരു സംഘടന DYFI ആണ്. ഞങ്ങളിൽ പലരും, ഞാനുൾപ്പെടെയുള്ള പലരും, ഞങ്ങൾ മരണശേഷം ഞങ്ങളുടെ അവയവങ്ങൾ പലതും ദാനം ചെയ്തവരാണ്. അവയവദാനം, ബ്ലഡ് ഡൊണേഷൻ 9 വർഷക്കാലമായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊതിച്ചോറ്. ഈ ആശുപത്രിയിൽ തന്നെ അതിന് എത്രയോ മുമ്പാണ് മൂസക്കുട്ടി മനഴി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 10 മണിക്ക് ഒരു കഞ്ഞി ഇവിടെ കിട്ടും. ഇപ്പോൾ ഇവിടെ വരുന്ന സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഞങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ആ നിലയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കർമ്മവും ഈ സമൂഹത്തിൽ DYFI ചെയ്തുകൊണ്ടേയിരിക്കും. മന്ത്രിമാർ പലതും പറഞ്ഞു വെക്കും. ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ആശുപത്രിയുടെ കോമ്പൗണ്ട് മന്ത്രിയുടേതാണ്, ആശുപത്രി മന്ത്രിയുടേതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആണെങ്കിലും UDFൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും രാജ്യത്ത് ഒരു പൊതു സംവിധാനവും മന്ത്രിയുടേതല്ല, ഈ രാജ്യത്തെ ജനവിഭാഗത്തിൻ്റേതാണ്. ആ ജനവിഭാഗമാകുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം സത്യസന്ധമായി നിറവേറ്റും. നിങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്ന് സംസാരിക്കുമ്പോൾ ഈ രാജ്യത്ത് വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈകോർത്ത് നിൽക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു മന്ത്രി വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും വർത്തമാനം സംസാരിക്കുന്നത് ഖേദകരമാണ്, ദുഃഖകരമാണ്. DYFI പോലെയുള്ള യുവജന സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസം 1,00,000-ലധികം മനുഷ്യർക്ക്, വിശേഷിച്ചും അത് രോഗികൾക്കും അവരോടൊപ്പമുള്ള കൂട്ടിരിപ്പാർക്കും വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. അവർക്ക് ഭക്ഷണം നൽകുന്നൊരു ഉച്ചഭക്ഷണം നൽകുന്നൊരു പദ്ധതിയാണ്. കേരളത്തിലാകെ 1,00,000-ലധികം ആളുകൾക്കാണ് ഒരു ദിവസം DYFI വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പൊതിച്ചോർ നൽകി വരുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ 9 ആശുപത്രികളിലായി 3000-ലധികം വരുന്ന മനുഷ്യർക്കാണ് ഇതുപോലെ ഉച്ചഭക്ഷണം നൽകി വരുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിലും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും വിവിധ താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെ 9 ഇടങ്ങളിലായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിന് 1,00,000 മനുഷ്യർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഇത്ര വലിയൊരു സന്നദ്ധ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? അത് സങ്കുചിതമായ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്. എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് രാഷ്ട്രീയ, ജാതി, മതഭേദമന്യേ മുഴുവൻ ആളുകളും രംഗത്ത് വരികയാണ് വേണ്ടത്. അങ്ങനെ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലും വിവിധ സംഘടനകൾ, കൂട്ടായ്മകൾ വിവിധ സ്പോൺസർഷിപ്പുകൾ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ പ്രവർത്തകർ സംഘടനകളുടെ ഭാഗമായി അവരുടെ യൂണിഫോം ധരിച്ച് അവർ അവിടെ എത്തുന്ന രോഗികൾക്ക് അതോടൊപ്പം തന്നെ അവർക്ക് സഹായകരമായ നിലയിലേക്ക് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ഇനി ഇത്തരം സംഘടനകളാരും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി നിൽക്കേണ്ടതില്ല എന്നതാണോ ഈ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം? ഇനി ഒരു സന്നദ്ധ സംഘടനയും അവരുടെ ലേബലിൽ ഇനി ഇത്തരം ഇടപെടലുകൾ നടത്തേണ്ടതില്ല എന്നതാണോ ഈ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം? അങ്ങനെയെങ്കിൽ അത് തീർത്തും സങ്കുചിതമായ ഒരു ചിന്താഗതിയുടെ ഭാഗമാണ്. ഗവൺമെൻറ് ഇത് തിരുത്തും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നൽകി വരുന്ന ഈ ഒരു പ്രവർത്തനം 1000-കണക്കിന് 10,000-കണക്കിന് മനുഷ്യർക്ക് പൊതിച്ചോറ് നൽകുന്ന ഈ പദ്ധതി അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലാണെങ്കിൽ 9 വർഷത്തോളമായി ഞങ്ങൾ ഈ പദ്ധതി നടത്തി വരികയാണ്. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരാണ് ഈ പൊതിച്ചോർ ഭക്ഷണം കഴിച്ച് അവരുടെ വിശപ്പടക്കിയിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ ശേഖരിക്കുന്ന ഭക്ഷണം ഏത് വീടുകളിലാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കാറില്ല. എല്ലാ വീടുകളിൽ നിന്നും ഞങ്ങൾ പൊതിച്ചോറ് ശേഖരിക്കാറുണ്ട്. ഞങ്ങൾ നൽകുന്ന ഭക്ഷണം അത് ആർക്കാണ് നൽകുന്നത് എന്ന് ഞങ്ങൾ ചിന്തിക്കാറില്ല. വീടുകളിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് അത് ആവശ്യക്കാർക്ക്, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുക എന്ന സന്നദ്ധ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ ഇക്കാലം അത്രയും മറ്റൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഈ സന്നദ്ധ പ്രവർത്തനം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ,
സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.